അതിരടി കണ്ടു, ഡയറക്റ്റഡ് ബൈ അരുൺ അനിരുദ്ധൻ. ഈ പടത്തിന് എങ്ങനെയാണ് ഇത്രത്തോളം നെഗറ്റീവ് എന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. എനിക്ക് ഈ പടം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ പടം മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ഇതൊരു യൂത്ത് ഓറിയന്റഡ് പടമാണ്. ഒരു കോളേജിലെ ഫെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിന്റെ കഥ മുൻപോട്ട് പോകുന്നത്. കോളേജുമായി ബന്ധപ്പെട്ടതാണെങ്കിലും കോളേജ് ലൈഫ് അങ്ങനെ കാണിക്കുന്നില്ല. ക്ലാസ്സും കാര്യങ്ങളൊന്നും അങ്ങനെ പടത്തിൽ അധികം കാണിച്ചിട്ടില്ല. ഇതിലെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഈ കോളേജിൽ നടക്കുന്ന ഒരു ഫെസ്റ്റ് ആണ്. അതുമായിട്ടാണ് ഈ കഥ മുൻപോട്ട് മൊത്തത്തിൽ പോകുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ കാണിക്കുന്നത്. ഈ പടത്തിൽ അത്യാവശ്യത്തിന് കോമഡികളുണ്ട്. ആ കോമഡികൾ ഭൂരിഭാഗം എനിക്ക് വർക്കായി. അത് എല്ലാവർക്കും വർക്കായിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നത് ഇത്രയും നെഗറ്റീവ് വന്നത്. പടം മൊത്തത്തിൽ അത്യാവശ്യത്തിന് എന്റർടൈൻമെന്റ് ആയിരുന്നു. അതേപോലെ ഞാൻ പോയ ഷോയ്ക്ക് ഏകദേശം ഹൗസ്ഫുൾ ആയിരുന്നു. എന്നിട്ടും തിയേറ്ററിലുള്ള എല്ലാവർക്കും ആ കോമഡി ഒന്നും വർക്കായിട്ടില്ല. കുറച്ച് പേര് മാത്രമേ ചിരിക്കണത് ഞാൻ കേട്ടുള്ളൂ. പിന്നെ ഈ പടത്തിലെ ടോവിനോയുടെ ക്യാരക്ടർ, അതൊരു അടിപൊളി ക്യാരക്ടർ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ക്യാരക്ടർ. അമ്പലവും പൂരവും ഗാനമേളയും മാത്രമായിട്ട് പോകുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ ആ ക്യാരക്ടറിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. പിന്നെ ഇതിലെ ഫീമെയിൽ മെയിൻ ക്യാരക്ടർ റിയ ഷിബു. സർവ്വമായയിലെ ഡെലൂല് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇതിലും അഭിനയിച്ചുള്ളത്. ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തില്ല. സർവ്വമായത്തെ അതേ ക്യാരക്ടർ ഇതിൽ കൊണ്ടുവന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഡെലൂല് എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ സിനിമയിലും ഇതിൽ സംസാരിക്കണം. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബാക്കി മൊത്തത്തിൽ എനിക്ക് ഓക്കെ ആയിരുന്നു. അപ്പൊ ശരി, അടുത്ത വീഡിയോ കാണാം.